വിദേശ വിദ്യാഭ്യാസ ട്രെൻഡിന്റെ അകമ്പടിയായി വന്ന വായ്പാക്കിണിയിൽ ഇതിനകം എത്ര കുടുംബങ്ങളാണ് നട്ടം തിരിയുന്നത്? മയക്കുമരുന്ന് വ്യാപനമോ ക്രൈം നിരക്ക് കൂടുന്നതോ പോലെ കേരളത്തിന്റെ മറ്റൊരു സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ് പുറത്തു പഠിക്കാനും ജോലിക്കുമായി പോയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ കുടുംബങ്ങളും എടുത്തിരിക്കുന്ന വായ്പ. ലക്ഷങ്ങളുടെ വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയ കുടുംബങ്ങളുടെ നിലവിളി പലയിടത്തും ഉയർന്നു കേൾക്കാം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ വായ്പ അപകടകരമായ അവസ്ഥയിലാണ്. 2024 ഡിസംബർ 31 വരെ 2,57,669 വിദ്യാർത്ഥികൾ എടുത്തിരിക്കുന്ന വായ്പ 9,387.11 കോടി രൂപയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ഉയർന്നതാണ്. വിദേശ വിദ്യാഭ്യാസ ട്രെൻഡ് പടർന്നു പിടിച്ചതാണ് പല കുടുംബങ്ങളെയും വലിയ കടക്കടിയിലേക്ക് തള്ളിവിടുന്നത്. കോവിഡിന് ശേഷം UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒഴുക്കായിരുന്നു. +2 ശേഷം കോഴ്സുകൾ പോലും ശ്രദ്ധിക്കാതെയായിരുന്നു വിദേശത്തേക്ക് പലരും പറന്നത്. സ്റ്റുഡന്റ് വിസയിൽ ചെന്നാൽ നല്ല ജോലി കിട്ടുമെന്നും ജീവിതം സുരക്ഷിതമാകുമെന്നുമുള്ള പ്രചരണങ്ങളും കുട്ടികളുടെ ഒഴുക്കിന് കാരണമായി. വിദ്യാഭ്യാസ വായ്പ സാധാരണഗതിയിൽ ഈട് വേണ്ടാത്തതാണ്. എന്നാൽ 7.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് ഈട് നിർബന്ധമാണ്. ഈടായി വീട് തന്നെ നൽകിയേ മതിയാവും. വിദേശ പഠനത്തിനായി പോകുന്നവരിലേറെ പേരും 20 മുതൽ 30 ലക്ഷം രൂപയ്ക്ക് ഇടയിലാണ് വായ്പ എടുത്തിരിക്കുന്നത്. തിരിച്ചടവ് മുടങ്ങിയതും കിട്ടാക്കടം വർദ്ധിച്ചതും ബാങ്കുകളെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ഇത്തരം വായ്പകൾ തിരിച്ചുപിടിക്കാനായി ബാങ്കുകൾ സർഫാസി നിയമം കൂടുതൽ കർശനമായി ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. പല കുടുംബങ്ങളുടെയും തലയ്ക്ക് മീതെ തൂങ്ങുന്ന വാളായി വായ്പാ ഭാരം നിൽക്കുകയാണ്.